വെളുത്ത പുക ഉയരുമെന്ന കാത്തിരിപ്പിൽ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ. സിസ്റ്റൈൻ ചാപ്പലിന് മുകളിൽ പുകക്കുഴൽ സ്ഥാപിച്ചു. വിശുദ്ധ പത്രോസിന്റെ അടുത്ത പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് മെയ് 7 വത്തിക്കാനിൽ തുടങ്ങാനിരിക്കെ അതിന്റെ വേദിയായ സിസ്റ്റൈൻ കപ്പേളയുടെ മേൽക്കൂരയിൽ ചിമ്മിണി അഥവാ പുകക്കുഴൽ സ്ഥാപിച്ചു. വത്തിക്കാന്റെ അഗ്നിശമന സേനാ വിഭാഗമാണ് ഇത് സ്ഥാപിച്ചത്. കോൺക്ലേവ് ആരംഭിച്ചതിനു ശേഷം എല്ലാ കണ്ണുകളുടെയും ശ്രദ്ധാകേന്ദ്രമാകുന്ന ഫലസൂചന നൽകുന്ന പുകക്കുഴലാണിത്. ഓരോ കോൺക്ലേവും അതീവ രഹസ്യാത്മകമായി നടക്കുന്നതിനാൽ പാപ്പാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറംലോകം ആദ്യം അറിയുക പുകക്കുഴലിൽ നിന്നായിരിക്കും. അടച്ചുപൂട്ടിയ സിസ്റ്റൈൻ കപ്പേളയ്ക്കുള്ളിൽ കർദിനാളന്മാർ പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിന് നടത്തുന്ന വോട്ടെടുപ്പിന്റെ അനുകൂല പ്രതികൂല ഫലങ്ങൾ അറിയിക്കുന്ന യഥാക്രമം വെളുത്തതോ കറുത്തതോ ആയ പുക ഉയരുക ഈ ചിമ്മിണിയിലൂടെ ആയിരിക്കും. കറുത്ത പുകയാണ് വരുന്നതെങ്കിൽ ഇതുവരെ പാപ്പയെ തിരഞ്ഞെടുത്തിട്ടില്ല എന്നും, വെളുത്ത പുകയാണ് വരുന്നതെങ്കിൽ പുതിയ പാപ്പയെ തിരഞ്ഞെടുത്തുവെന്നും പ്രതീകാത്മകമായി അറിയിക്കുന്ന സംവിധാനമാണ് ഇത്. കറുത്ത പുക പുറപ്പെടുവിക്കുന്നതിനായി ബാലറ്റുകൾ പൊട്ടാസ്യം പെർക്ലോറേറ്റ്, ആന്ത്രാസിൻ, സൾഫർ എന്നിവ കലർത്തി കത്തിക്കും. എന്നാൽ പാപ്പയെ തിരഞ്ഞെടുത്താൽ ബാലറ്റുകൾ പൊട്ടാസ്യം ക്ലോറേറ്റ്, ലാക്ടോസ്, ക്ലോറോഫോം, റെസിൻ എന്നിവയുമായി കലർത്തി കത്തിച്ച് വെളുത്ത പുക പുറപ്പെടുവിക്കുന്ന വിധത്തിലാണ് ക്രമീകരണം. പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ വോട്ടെടുപ്പിൽ 2/3 ഭൂരിപക്ഷം വേണം. ഏറ്റവും കൂടിയത് 4 വോട്ടെടുപ്പായിരിക്കും ഒരു ദിവസം നടക്കുക. അതിൽ 2 രാവിലെയും 2 ഉച്ചതിരിഞ്ഞുമായിരിക്കും. 267ാമത്തെ പാപ്പയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. 2013 മാർച്ചിൽ അവസാനമായി നടന്ന കോൺക്ലേവിൽ 5ാമത്തെ റൗണ്ട് വോട്ടെടുപ്പിലാണ് ചിമ്മിണിയിൽ നിന്ന് വെളുത്ത പുക പുറത്തു വന്നത്. ഇതോടെയാണ് പാപ്പയെ തിരഞ്ഞെടുത്തുവെന്ന വാർത്ത ലോകം അറിഞ്ഞത്. മെയ് 7 കോൺക്ലേവ് ആരംഭിച്ച് ഏത് ദിവസം പുകക്കുഴലിൽ നിന്ന് വെളുത്ത പുക ഉയരുമെന്ന കാത്തിരിപ്പിലാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ.